പ്രഥമ ശുശ്രൂഷ നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആദ്യത്തെ ദൗത്യം. ഇവിടെ നിന്ന് അവസാനത്തെ പ്രവർത്തകനെയും സേഫായിട്ട് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ച് അവസാന പ്രവർത്തനം കൊണ്ടതിന് ശേഷമേ ഞങ്ങൾ ഇവിടെ നിന്ന് പോകത്തുള്ളൂ. പോലീസ് അതിക്രൂരമായി പ്ലാൻഡായിട്ട് അടിക്കുകയായിരുന്നു. കാരണം വലിച്ചഴിക്കുകയും അല്ല ഞാൻ പ്രധാന ഘടകം പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുമ്പോൾ ഒരു അപ്രതീക്ഷിതമായി പ്രയോഗിക്കുന്നു. അതിൽ പെൺകുട്ടികൾ വീഴുന്നത് പോലീസ് കാണുന്നു. എന്നിട്ട് ആ വീഴുന്നു കിടക്കുന്ന പെൺകുട്ടികളുടെ ദേഹത്തേക്ക് തന്നെ ആ പോലീസ് ബോധപൂർവം ജലപീരങ്കി പ്രയോഗിക്കുന്നു. അതൊരു പെൺകുട്ടി അതൊരു സ്ത്രീയാണ് എന്നുള്ള പരിഗണന പോലും ഈ പോലീസ് നൽകാതെയാണ് ഇത്തരത്തിലൊരു നരനായാട്ട് എന്ന വാക്ക് ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു പ്രയോഗം നടത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് കോൺഗ്രസിന്റെ അടുത്ത സ്റ്റെപ്പ്? നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. പെൺകുട്ടികൾ നിൽക്കുന്ന വശത്തേക്ക് ഫോക്കസ് ചെയ്തിട്ട് ജലപീരങ്കി അടിക്കുകയും ആ സമയത്ത് മറ്റ് പ്രവർത്തകരെ പോലീസ് ലാത്തിചാർജ് ചെയ്യും. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുകയും അങ്ങനെ അത്രയും നിഷ്ഠൂരമായി ക്രൂരമായിട്ടുള്ള ഒരു നടപടിയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഞാനടക്കം അടിക്കരുത് എന്ന് പറഞ്ഞ് പരിക്കേറ്റ് വീണ് കിടന്ന് ചോരയൊലിക്കുന്ന പ്രവർത്തനം പോലും വീണ്ടും അടിക്കുന്ന നിലയിലേക്ക് പോലീസ് അത്ര ക്രൂരമായി അതിക്രൂരമായിട്ടുള്ള ഒരു നടപടിയാണ് ഇവിടെ ഉണ്ടായത്. ഇതിനെതിരെ അതിശക്തമായ പോരാട്ടം ഉണ്ടാകും. ഇതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് മുന്നോട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അവരല്ല. ഞങ്ങളിപ്പോൾ ആദ്യം എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയാണ്. ഞങ്ങളുടെ നിരവധി പ്രവർത്തകർക്ക് തലയ്ക്ക് പൊട്ടിച്ച് ചെറിയ ചോര വാർന്നു വെച്ച ഒരു പ്രവർത്തനമായിട്ടാണ് ഞാനിപ്പോൾ ആംബുലൻസിൽ കയറ്റി വിട്ടത്. അതുകൂടാതെ ദേശീയ പ്രസിഡന്റ് അലോഷി അടക്കമുള്ളവർക്ക് ഒടിവുണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എല്ലാ പ്രവർത്തകരെയും വ്യാപകമായി പോലീസ് നരനായിട്ട് നടത്തി ആദ്യത്തെ പരിഗണന കുട്ടികളെ സേഫായി ആശുപത്രിയിൽ എത്തിച്ച് അവർക്ക് വേണ്ട ശുശ്രൂഷ നൽകാനാണ് ജനം ആലോചിക്കുന്നുണ്ട്. ഈ സമയത്ത് വെറും ഗുണ്ടാ രാജായി ഒരു ഗുണ്ടാ യാത്രയായി നവകേരള സദസ്സ് അധപ്പതിച്ചു കഴിഞ്ഞു. ഇത് ജനങ്ങൾക്ക് മുമ്പിൽ എക്സ്പോസ് ചെയ്യും. ഞങ്ങൾ എത്ര പോലീസ് മർദ്ദനം ഉണ്ടായാലും എത്ര അടി നടത്തിയാലും ഞങ്ങൾ പിന്നോക്കം പോകണ പ്രശ്നമില്ല. തീർച്ചയായിട്ടും ഞങ്ങൾ കോൺഗ്രസ് നേതാക്കന്മാർ ഞങ്ങളടക്കം കുട്ടികളോടൊപ്പം തെരുവിൽ നിന്ന് ഞങ്ങൾ അവർക്ക് പ്രതിരോധം തീർക്കും. അവരെ ഏകപക്ഷീയമായി വേട്ടയാടാമെന്ന് വിചാരിച്ചാൽ അവരെ അതിന് ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. ഞങ്ങൾ പ്രതിരോധിക്കും തീർച്ചയായിട്ടും. കാരണം എല്ലാത്തിനും ഒരു പരിധിയാണ് ക്ഷമിക്കുന്നത്. ആ ക്ഷമയുടെ നെല്ലിപ്പലകം കഴിഞ്ഞാണ് ഇപ്പോൾ നിൽക്കുന്നത്. പിണറായി വിജയൻ അധികാരമുണ്ട്, പോലീസുണ്ട്, ഏതാനും ഗുണ്ടകൾ കൂടെ ഉണ്ടെന്നുള്ളതുകൊണ്ട് കേരളത്തിൽ എന്തുമാകാമെന്ന് ധരിച്ചാൽ ഞങ്ങൾ അംഗീകരിക്കും. ഞാൻ ഒരു വീണ് കിടന്ന ഒരു പ്രവർത്തകൻ ചോര ഒലിപ്പിച്ച് കിടക്കുമ്പോൾ നാലും അഞ്ചും പോലീസുകാർ ചേർന്ന് മർദ്ദിക്കുമ്പോൾ എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ആ പ്രവർത്തകനെ അടിക്കരുതെന്ന് പറയാൻ വേണ്ടി ഞാൻ തടസ്സം പിടിച്ചപ്പോഴാണ് എന്നെ അടക്കം അടിച്ചത്. ഇതൊക്കെ സ്വാഭാവികമായിട്ടും നമ്മളത് പ്രതീക്ഷിച്ചുകൊണ്ട് വേണം നിൽക്കാൻ. പക്ഷേ ആ MLA ആണെന്നോ അല്ലെങ്കിൽ മറ്റു പരിഗണന ഒന്നും കൂടാതെ അവർ മർദ്ദിക്കുകയായിരുന്നു. പക്ഷേ എന്നെ മർദ്ദിച്ചതിനേക്കാളും പ്രവർത്തകർ വീണ് ചോര ഒലിപ്പിച്ച് കിടക്കുന്ന ഒരു പ്രവർത്തകനെ വീണ്ടും മർദ്ദിക്കുന്ന പോലീസിൻ്റെ മാനസികാവസ്ഥ എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇന്ന് ഒരു പ്രകോപനം തല പൊട്ടി അതുപോലെ കാലും കൈയും മുടിഞ്ഞ പ്രവർത്തകരുണ്ട്. അവരെയൊക്കെ മാറ്റാൻ പോലും പോലീസ് ഒരു സഹകരണവും കാണിച്ചില്ല. ആ നിലയിലുള്ള ഒരു ക്രൂരമായ മർദ്ദനമായിരുന്നു. വ്യത്യസ്തമായിട്ട് ആശുപത്രി കൊണ്ടുപോകാൻ പോലും പോലീസ് സഹകരിക്കില്ല. ഇല്ല, പോലീസ് ആ സമയത്ത് പോലും ഒരു പ്രവർത്തകനെ വീണ്ടും ചോര ഒലിപ്പിച്ച് കിടക്കുന്ന ഒരു പ്രവർത്തകനെ പോലും വീണ്ടും മർദ്ദിക്കുന്ന സമയത്താണ് ഞാൻ ഇടപെടേണ്ടി വന്നത്. എന്നിട്ടും പോലീസ് ഒരു മര്യാദയുമില്ലാതെയാണ് പെരുമാറിയത്. ഇന്ന് വെൽ പ്ലാൻഡ് ആയിരുന്നു. പോലീസ് അടിച്ച് നിർദാരുണ്യം അടിക്കാൻ തീരുമാനിച്ചു വന്നാണ് അവർ കുട്ടികളെ മർദ്ദിച്ചു, അവരെല്ലാം പരിക്കേൽപ്പിച്ചു. ഇതാണ് കൂടുതൽ പ്രതിഷേധത്തിലേക്ക് തീർച്ചയായിട്ടും ഇതുകൊണ്ട് പോലീസിനെ വെച്ച് അടിച്ചൊതുക്കാമെന്ന് പിണറായി വിജയൻ ധരിക്കുന്നുണ്ടെങ്കിൽ ഈസ് അബ്സല്യൂട്ട്ലി റോങ്. ഹി മേഡ് എ ബിഗ് മിസ്റ്റേക്ക്. മുഖ്യമന്ത്രി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അടിച്ചത് തന്നെയാണ്. പിന്നെ തീർച്ചയായിട്ടും ഇന്ന് പോലീസ് വെൽ പ്ലാൻഡ് ആയിരുന്നു. ഞാൻ വന്നപ്പോൾ തന്നെ ഞാൻ കുട്ടികളോട് പറഞ്ഞു. കാരണം സാധാരണഗതിയിൽ സമരത്തിൻ്റെ എതിർവശത്താണുള്ള പോലീസുകാർ വരിക. എന്നാൽ ഇന്ന് പുറകുവശത്തായിട്ട് പോലീസുകാർ പന്നി നിൽക്കുകയും സമരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവർ ചേർന്ന് വരികയും അന്നത്തെ പ്ലാൻഡായിട്ട് കുട്ടികളെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് സൈഡിൽ നിന്നും പോലീസുകാർ വന്നത്. അങ്ങേയറ്റം ക്രൂരമായ മർദ്ദനമാണ്. MLA ആണെന്ന് അറിഞ്ഞിട്ടും അടിച്ചു തന്നെയാണ് മനസ്സിലാവുന്നത്. തീർച്ചയായിട്ടും MLA ആണെന്ന് അറിയാലോ, അവർക്ക് അറിയാൻ അതിപ്പോൾ അവരറിഞ്ഞുകൊണ്ട് തന്നെ അടിച്ചിട്ടുണ്ടാവും. ഇവിടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല. ഇവിടെ ഒരു പ്രൊവോക്കേഷൻ ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായിട്ടും പോലീസ് സാധാരണഗതിയിൽ ഇതുപോലുള്ള സംഘർഷങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതി ഞങ്ങൾക്കറിയാം. കാരണം എത്രയോ സമരങ്ങളിൽ ഞങ്ങൾ പങ്കെടുത്തിരിക്കുന്നു, ഞങ്ങൾക്കറിയാം അതിൻ്റെ രീതി. അടിക്കണമെന്ന് തീരുമാനിച്ച് വളഞ്ഞിട്ടടിക്കണമെന്ന് തീരുമാനിച്ച് പെൺകുട്ടികളടക്കം ടാർഗറ്റ് ചെയ്ത് പോലീസ് അറ്റാക്ക് ചെയ്യുകയായിരുന്നു. ഞാനതിന് ദൃക്സാക്ഷിയാണ്. ഞാനൊരു MLA, ഒരു ജനപ്രതി എന്നതിൽ പൂർണ്ണ ഉത്തരവാദിത്തോടു കൂടിയാണ് കേരളത്തിലെ പൊതുസമൂഹത്തോട് പറയുന്നത്. പോലീസ് അങ്ങേയറ്റം ക്രൂരമായി പ്ലാൻഡായി നിഷ്ഠൂരമായി വിദ്യാർത്ഥികളെ മർദ്ദിക്കുക.